നിങ്ങളുടെ ഇഷ്ടപ്പെടാത്ത ക്യാരക്ടർ എന്താ? പെട്ടെന്നുള്ള ദേഷ്യം വരവാ. I want to stop overthinking. പെട്ടെന്ന് ഇടിച്ചു ചാടും. പെട്ടെന്ന് ദേഷ്യം വരും. ദേഷ്യാണ്. Overthinking. ചെയ്യണമെന്ന് വെച്ച കാര്യങ്ങൾ ചെയ്യാത്ത വരുമ്പോൾ ഒരു ഫീലിംഗ്. പേഷ്യൻസ് ഭയങ്കര കുറവാണ്. പെട്ടെന്ന് എല്ലാവരോടും പെട്ടെന്ന് ഓപ്പൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പറയും. പെട്ടെന്ന് ദേഷ്യം വരും. എൻ്റെ ഒരു വിചാരം എനിക്ക് കോൺഫിഡൻസ് കൂടുതലാണ്. പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. ഈയിടെയായിട്ട് കുറച്ച് ക്ഷമ കുറവാണ്. പെട്ടെന്ന് ദേഷ്യം വരുന്നത്. ഓവർ തിങ്കിങ്. സിമ്പതി. പെട്ടെന്നുള്ള ദേഷ്യം വരില്ലേ? പെട്ടെന്ന് ദേഷ്യം വരും. ഈഗോ. ഞാൻ ഭയങ്കര കാര്യങ്ങൾ ആലോചിക്കാതെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം. പെട്ടെന്ന് നമുക്കൊന്നിനും നോ പറയാൻ പറ്റില്ല. അപ്പം ദേഷ്യങ്ങളും പ്രകോപനമായിട്ട് അവൻ പെട്ടെന്ന് അൺനോർമലാകുന്ന ഒരു സ്റ്റേജാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആരാണെങ്കിലും ശരി, എന്തിനും പറയുമ്പോൾ കളിയാക്കൽ കൂടുതലാണ്. ഹലോ, നമസ്കാരം. പേരെന്തായിരുന്നു? പ്രിയങ്ക. പ്രിയങ്ക അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെടാത്ത ക്യാരക്ടർ എന്താ? എനിക്ക് എൻ്റെ ഇഷ്ടപ്പെടാത്തത് പെട്ടെന്നുള്ള ദേഷ്യം വരവാ. ദേഷ്യം വരും. എനിക്ക് അത് മാത്രം. അത് മാത്രമേ ഉള്ളൂ. ഒരു ശരി, അങ്ങനെ ഒരു പോസിറ്റീവ് എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ തോന്നിയൊരു പോസിറ്റീവ്? ആരോടും നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കും. ചേച്ചി നമസ്കാരം. പേരെന്തായിരുന്നു? ലിൻസി. അപ്പോൾ ചേച്ചിക്ക് ചേച്ചിയുടെ ഇഷ്ടപ്പെടാത്ത ക്യാരക്ടർ എന്താ? പെട്ടെന്ന് ഇടിച്ചു ചാടും, പെട്ടെന്ന് ദേഷ്യം വരും. എന്തെങ്കിലും എടുത്ത് ചാടിയിട്ട് അബദ്ധത്തിലൊക്കെ പോയി ചാടിയിട്ടുണ്ടോ? ചില കാര്യങ്ങളിലൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ ചേച്ചിക്ക് ഒരു പോസിറ്റീവ് പറയാൻ പറ്റും ചേച്ചിൻ്റെ? എടുത്തുകേട്ടം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ മറ്റുള്ളവരെ സഹായിക്കുക, അങ്ങനത്തെ ഉണ്ട്. സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് സഹായിക്കാറുണ്ട്. ഹലോ, ഹായ്. പേരെങ്ങനെയായിരുന്നു? കൃഷ്ണപ്രിയ, അശ്വതി, ശിശിര, അനാമിക. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെടാത്ത ക്യാരക്ടർ എന്താണ്? എനിക്ക് ദേഷ്യാണ്. പെട്ടെന്ന് ദേഷ്യം. ഓവർ തിങ്കിങ്. ചെയ്യണമെന്ന് വെച്ച കാര്യങ്ങൾ ചെയ്യാത്ത വരുമ്പോൾ ഒരു ഫീലിംഗ്. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് ആയ കാര്യം എന്താ? ഇപ്പോൾ ഞാൻ ഇതിൽ അടിപൊളിയാണ്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഈ ക്വാളിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ ആരോടും അങ്ങനെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു. എല്ലാവരും നന്നായിട്ട് ഫ്രണ്ട്ലിയാണ്. ചേച്ചി നമസ്കാരം. പേരെന്തായിരുന്നു ചേച്ചി? എൻ്റെ പേര് രേഖ എന്നാണ്. രേഖ. അപ്പോൾ ചേച്ചിക്ക് ചേച്ചിയുടെ ഇഷ്ടമില്ലാത്തൊരു ക്യാരക്ടർ എന്താ? എൻ്റെ ഇഷ്ടമില്ലാത്ത ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ പേഷ്യൻസ് ഭയങ്കര കുറവാണ്. ആൻഡ് ഭയങ്കര സ്ട്രൈറ്റ് ഫോർവേഡ് ആണ്. അത് എനിക്ക് തിരിച്ചു കിട്ടാറുണ്ട് കുറേ സമയത്ത് പണിയായിട്ട്. ഉണ്ടായിരുന്നു. അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും പറയാൻ പറ്റും? ഇത് തന്നെയാണ് എൻ്റെ പോസിറ്റീവ്. ഞാൻ പീപ്പിളായിട്ട് പെട്ടെന്ന് എൻഗേജ്ഡ് ആവും. എല്ലാ കാര്യങ്ങളും എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ആളുടെ മൈൻഡ് പെട്ടെന്ന് റീഡ് ചെയ്യാൻ പറ്റും. ഹായ്, നമസ്കാരം. പേരെന്തായിരുന്നു? അർച്ചന. അർച്ചന അല്ലേ? അപ്പോൾ അർച്ചനയ്ക്ക് അർച്ചൻ്റെ ഇഷ്ടമില്ലാത്തൊരു ക്യാരക്ടർ എന്താ? പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. എന്നിട്ടാണ് ചിന്തിക്കുക ഓരോ കാര്യം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് ഒരു കാര്യം പറയും നിങ്ങളുടെ. എൻ്റെ പോസിറ്റീവായ കാര്യം പെട്ടെന്ന് അത് റിയലൈസ് ചെയ്യും, തെറ്റാണെന്ന് റിയലൈസ് ചെയ്യും. ഹായ്, പേരെന്തായിരുന്നു? ഗോപിക. ഗോപിക അല്ലേ? അപ്പോൾ ഗോപികൻ്റെ ഇഷ്ടമില്ലാത്തൊരു ക്യാരക്ടർ എന്താണ്? ഞാൻ പെട്ടെന്ന് എല്ലാവരോടും പെട്ടെന്ന് ഓപ്പൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പറയും. അതൊക്കെ എനിക്ക് തന്നെ തീർച്ചയായിട്ടും കിട്ടാറുണ്ട്. ഹായ്, പേരെന്തായിരുന്നു? അനിഷ. അപ്പോൾ അനിഷയ്ക്ക് അനിഷൻ്റെ ഇഷ്ടപ്പെടാത്തൊരു ക്യാരക്ടർ എന്താ? പെട്ടെന്ന് ദേഷ്യം വരും. ദേഷ്യം വരും അല്ലേ? അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം കൂടിയും പറയും. സ്വന്തം നിങ്ങളിൽ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം കൂടിയും പറയും. ഇപ്പം ആരെങ്കിലും എന്തെങ്കിലും നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ഞാൻ ശ്രമിക്കും, ചലഞ്ചാക്കി ഏറ്റെടുത്തിട്ട് ശ്രമിക്കും. ഹായ്, പേരെന്തായിരുന്നു? ധനുഷ. ധനുഷ അല്ലേ? അപ്പോൾ ധനുഷയുടെ ഇഷ്ടമില്ലാത്തൊരു ക്യാരക്ടർ എന്താ? എനിക്ക് ഈയിടെയായിട്ട് കുറച്ച് ക്ഷമ കുറവാണ്. അപ്പോൾ അത് വിനയായിട്ട് മാറിയിട്ടുണ്ടോ? ചില സമയത്തൊക്കെ. അങ്ങനെ തന്നെ ഒരു പോസിറ്റീവ് ക്വാളിറ്റി കൂടെ പറയാമോ? എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ഡീൽ ചെയ്യും. പേരെന്തായിരുന്നു? നവ്യ. നവ്യ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെടാത്തൊരു ക്യാരക്ടർ എന്താ? പെട്ടെന്ന് ദേഷ്യം വരും അല്ലേ? അങ്ങനെ തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം കൂടി പറയും. ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെന്ന് വെച്ചാൽ ക്ഷമയോടെ കേൾക്കണം, കേൾക്കാതെ എടുത്തു ചാടി ഒന്നും പറയാതിരിക്കാം. ഹായ്, പേരെന്തായിരുന്നു? ശില്പ. ശില്പ അല്ലേ? അപ്പോൾ ശില്പയ്ക്ക് ശില്പയുടെ ഇഷ്ടമില്ലാത്തൊരു ക്യാരക്ടർ എന്താ? എൻ്റെ ഒരു വിചാരം എനിക്ക് കോൺഫിഡൻസ് കൂടുതലാണ്. പക്ഷെ എനിക്ക് എല്ലാ സ്ഥലത്തും പോയ കോൺഫിഡൻസ്. പക്ഷെ അത് നല്ലതല്ലേ? പക്ഷെ എനിക്ക് ഭയങ്കര ഒരു പ്രശ്നമാണത് പറഞ്ഞു തീർക്കാം. അതായത് എവിടെയും ചെന്ന് കഴിഞ്ഞാൽ ഒരു ഇപ്പതാ ക്യാമറയുടെ മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് ടെൻഷനാണ്, എന്താ പറയേണ്ടത് അറിയില്ല, അങ്ങനത്തെ ഒക്കെ. അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം കൂടി. പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് എല്ലാവരും കമ്പനിയാവും. എനിക്ക് അറിയാത്ത ഒരാളോടായിട്ട് പെട്ടെന്ന് കമ്പനിയായിട്ട് സംസാരിക്കാൻ പറ്റും. ഹായ്, പേരെന്തായിരുന്നു? പത്മപ്രിയ. പത്മപ്രിയ അല്ലേ? അപ്പോൾ പത്മപ്രിയയുടെ ഇഷ്ടമില്ലാത്തൊരു ക്യാരക്ടർ എന്താ? പെട്ടെന്ന് ദേഷ്യം വരും. ഇഷ്ടമല്ല. അപ്പോൾ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം പറയാൻ പറ്റും? സ്വയം കാണുന്നൊരു പോസിറ്റീവ് ക്വാളിറ്റി. നന്നായിട്ട് പാട്ട് പാടും. നന്നായി പാടുന്നല്ല, ആവറേജായി പാടും. ഹായ്, പേരെന്തായിരുന്നു? എൻ്റെ പേര് മിഷ. മിഷ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളിൽ ഇഷ്ടമില്ലാത്തൊരു ക്യാരക്ടർ എന്താ? ഇഷ്ടമല്ലാത്തത് ഓവർ തിങ്കിങ് ആണ്. ഒരുപാട് ആലോചിച്ച് കൂട്ടാറുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ, ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ക്വാളിറ്റി പറയാം. ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കും വേഗം, എല്ലാവരും ഭയങ്കര സ്നേഹിക്കും. Hello, hi. Hello. Your name, please?
Rancy. Honestly. Okay, my question is, which quality in you that you want to change? Like, I want to stop overthinking. That's overthinking. the bad quality. Okay. So, tell me a positive quality in you. I'll take everything in a positive way. ചേട്ടാ നമസ്കാരം, പേരെന്തായിരുന്നു? മഹേഷ്. മഹേഷ് അല്ലേ? അപ്പോൾ ചേട്ടൻ്റെ ഇഷ്ടമില്ലാത്തൊരു ക്യാരക്ടർ എന്താ? സിമ്പതി. സിമ്പതിയാണ്. എല്ലാവരോടും സിമ്പതി തോന്നാറുണ്ട്. പൈസ പെട്ടെന്ന് ചോദിച്ചാൽ നമുക്ക് കൊടുക്കില്ലേ? കൊടുക്കും. അത് വലിയ അപ്പോൾ അതെങ്ങനെയും വിനയായിട്ടുണ്ടോ? ഏതെങ്കിലും സാഹചര്യത്തിൽ വലിയ സംഭവമായിട്ട് അത് നമുക്ക് തിരിച്ച് കിട്ടില്ല, ചോദിച്ച പിണങ്ങും, പിന്നെ നമ്മുടെ റിലേഷൻഷിപ്പ് തന്നെ ഇല്ലാണ്ടാവും അല്ലേ? അങ്ങനെയുള്ള ഏറ്റവും ഒരു പോസിറ്റീവായ ഒരു ക്വാളിറ്റിയും കൂടെ പറയാം. സത്യസന്ധത. സത്യസന്ധത കൂടുതലാണ്. ഇല്ല പറയാൻ അറിയില്ല. ബ്രോ ഹായ്, പേരെന്തായിരുന്നു? പേര് ഹരി. ഹരി അല്ലേ? അപ്പോൾ ഹരിയുടെ ഇഷ്ടമില്ലാത്തൊരു ക്യാരക്ടർ എന്താ? നമുക്ക് പറഞ്ഞാൽ ഇങ്ങനെ ഈഗോ, കുറേ ഈഗോ ഉണ്ട്, ബട്ട് പുറത്ത് കാട്ടില്ല, ബട്ട് മനസ്സിൽ തന്നെ അകത്തുണ്ടാവും അല്ലേ? അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവായ ഒരു കാര്യം എന്താ? ഇപ്പോൾ എൻ്റെ ഈ ക്വാളിറ്റി നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട്. വലിയ സങ്കടമൊന്നും പുറത്ത് കാട്ടില്ല, കാണിക്കില്ല. നമുക്ക് നമ്മുടെ ഇഷ്ടം അങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുക, അത്രേ ഉള്ളൂ. പിള്ളേരിങ്ങനെ ഫ്രണ്ട്സായിട്ട് ചില്ലായിട്ടിരിക്കുക, അത്രേ ഉള്ളൂ. ചേട്ടാ നമസ്കാരം, പേരെന്തായിരുന്നു? നമസ്കാരം, എൻ്റെ പേര് ദിനേശ്. ദിനേശ് അല്ലേ? അപ്പോൾ ചേട്ടൻ്റെ ഇഷ്ടമില്ലാത്തൊരു ക്യാരക്ടർ എന്താ? അതിൽ ഏറ്റവും പ്രയോറിറ്റി കൊടുത്ത് പറയാച്ച ദേഷ്യം. പെട്ടെന്ന് ദേഷ്യം വരും അല്ലേ? ഓക്കെ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവായ ഒരു ക്വാളിറ്റിയും കൂടെ പറയാം. അതായത് ഏത് സാഹചര്യത്തിലും അത് ഓവർകം ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ്. ബ്രോ പേരെന്തായിരുന്നു ബ്രോ? എൻ്റെ പേര് സ്വാതിയാണ്. സോറി. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളിൽ ഇഷ്ടമില്ലാത്തൊരു ക്വാളിറ്റി എന്താ? ഞാൻ ഭയങ്കര കാര്യങ്ങൾ ആലോചിക്കാതെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തുചാട്ടം ഭയങ്കര ഉള്ള ആളാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും എടുത്തു ചാടിയിട്ട് എന്തെങ്കിലും അമളി പറ്റിയിട്ടുണ്ടോ? പിന്നെ നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. അതെന്താന്ന് മാത്രം ചോദിക്കരുത്. ഇല്ല, ഒരിക്കലും ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവായ ഒരു കാര്യം കൂടി പറയാൻ പറ്റും. എന്നെ കുറിച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യം ഞാൻ ഭയങ്കര പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളാണ്. എന്ത് സിറ്റുവേഷനിലും ഞാൻ പോസിറ്റീവ്സ് കണ്ടുപിടിക്കും. ബ്രോ ഹായ്, പേരെന്തായിരുന്നു ബ്രോ? എൻ്റെ പേര് വിഷ്ണു അല്ലേ? അപ്പോൾ വിഷ്ണുവിൻ്റെ ഇഷ്ടമില്ലാത്തൊരു ക്യാരക്ടർ എന്താ? പെട്ടെന്ന് നമുക്കൊന്നിനും നോ പറയാൻ പറ്റില്ല. എന്നിൽ ഞാൻ കണ്ടൊരു, അപ്പോൾ അത് പോസിറ്റീവായിട്ട് എടുക്കാമല്ലോ. പോസിറ്റീവായിട്ടും തന്നെയാണ്, പക്ഷെ ചില സമയത്ത് അത് പോസിറ്റീവിലേക്ക് പോകുമ്പോൾ കുറേ പ്രശ്നങ്ങൾ അതിന് പിന്നിൽ ഉണ്ടാവും. അതിൻ്റെ ബിഹേവിയർസ് കുറച്ച് പ്രശ്നമാണ്. അങ്ങനെ എന്തെങ്കിലും അബദ്ധത്തിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അബദ്ധത്തിലൊക്കെ ചെന്ന് ചാടിയിട്ടുണ്ടോ? ഇങ്ങനെ. ചേട്ടാ നമസ്കാരം, പേരെന്തായിരുന്നു? എൻ്റെ പേര് ആശിഷാണ്. അപ്പോൾ ചേട്ടൻ്റെ ഇഷ്ടമില്ലാത്ത ക്യാരക്ടർ എന്താണ്? പെട്ടെന്നുള്ള ദേഷ്യം വരില്ലേ? എന്തെങ്കിലും ചെയ്തിട്ട് ഇങ്ങനെ റിഗ്രറ്റ് ചെയ്യാറുണ്ട്, അയ്യോ അങ്ങനെ? പിന്നീട് നമ്മൾ ആലോചിക്കാറുണ്ട് എന്താ ചെയ്യേണ്ടത്, നമ്മൾ ചെയ്ത് തെറ്റായി പോയല്ലോ, അല്ലെങ്കിൽ നമ്മൾ ഇത്ര ദേഷ്യപ്പെടേണ്ടി ഇരുന്നില്ല എന്ന് പലപ്പോഴും ആലോചിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചേട്ടൻ്റെ അടുത്തൊന്നൊരു പോസിറ്റീവും കൂടെ ഒന്ന് പറയാം. അങ്ങനെ പ്രത്യേകിച്ച് പറയാറുണ്ട്, എല്ലാ കാര്യവും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നു. തന്നെ എല്ലാവരും ഒരുമിച്ച് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ചേട്ടാ നമസ്കാരം, പേരെന്തായിരുന്നു? എൻ്റെ പേര് ശ്രീജിത്ത്. അപ്പോൾ ചേട്ടൻ്റെ ഇഷ്ടപ്പെടാത്ത ക്യാരക്ടർ എന്താണ്? ഇഷ്ടപ്പെടാത്ത ക്യാരക്ടർ പറഞ്ഞാൽ എനിക്കിഷ്ടമാണ്, പക്ഷെ മറ്റുള്ളവർക്ക് അത് ഇഷ്ടമല്ല. ആരാണെങ്കിലും ശരി എന്തെങ്കിലും പറയുമ്പോൾ കളിയാക്കൽ കൂടുതലാണ്. പറഞ്ഞാൽ ഒരു ആരാണെങ്കിലും കുഴപ്പമില്ല, എക്സ്ട്രീം ലെവലിലേക്ക് കളിയാക്കും. അതാണ് മെയിൻ പ്രശ്നം. അത് ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല, പക്ഷെ നമുക്ക് അല്ല, അത് നിർത്താനും പറ്റില്ല. നേരത്തെ മുതൽ തുടങ്ങിയ പരിപാടി നിർത്തണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ നിർത്താൻ പറ്റുന്നില്ല. ചേട്ടാ നമസ്കാരം, പേരെന്തായിരുന്നു? എൻ്റെ പേര് രവീന്ദ്രൻ. അപ്പോൾ ചേട്ടൻ്റെ ഇഷ്ടപ്പെടാത്ത ക്യാരക്ടർ എന്താ? ഇഷ്ടപ്പെടാത്ത ക്യാരക്ടർ പറഞ്ഞാൽ മനുഷ്യന് ഏറ്റവും ഇഷ്ടപ്പെടാത്ത കാര്യം അവൻ്റെ സ്വന്തം ദേഷ്യങ്ങളും പ്രകോപനവുമായിട്ട് അവൻ പെട്ടെന്ന് അൺനോർമലാകുന്ന ഒരു സ്റ്റേജാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പെട്ടെന്ന് ദേഷ്യം. നമ്മൾ പെട്ടെന്ന് ഒരു ഇരുത്തി ചിന്തിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷേ എങ്കിൽ പോലും നമ്മൾ പ്രാബല്യത്തിൽ വരില്ല. നമ്മൾക്ക് തന്നെ അറിയാം അത് തെറ്റാണെന്ന് അറിഞ്ഞെങ്കിൽ പോലും നമ്മൾ ആ ഭാഗത്തേക്ക് വീണ്ടും നമ്മളുടെ തന്നെ ശരി എന്ന് പറഞ്ഞ് അറിയാതെ തന്നെ നമ്മൾ പറയുന്നതാണ് ശരി എന്നതിലേക്ക് പോകുന്നതാണ് തെറ്റ് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ചേട്ടാ നമസ്കാരം, പേരെന്തായിരുന്നു? അപ്പോൾ ചേട്ടൻ്റെ ഇഷ്ടമില്ലാത്തൊരു ക്യാരക്ടർ എന്താ? ദേഷ്യം. പെട്ടെന്ന് ദേഷ്യം വരും. അപ്പോൾ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം കൂടി പറയാൻ പറ്റുമോ? എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ്.